ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രുചി കുക്സ്. നമുക്കിന്ന് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കൂട്ടാൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഈ കൂട്ടാൻ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: സാമ്പാറിന് ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും നമുക്കിവിടെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2-3 കഷ്ണം വെള്ളരിക്ക, ഒരു സവാള, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു 4 വെണ്ടയ്ക്ക, ഇത്രയാണ് പച്ചക്കറിയായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാൻ 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ പുളി, ഒരു ചെറിയ കഷ്ണം ശർക്കര, പിന്നെ 2 വറ്റൽമുളക്, 2 പച്ചമുളക്, 3 തണ്ട് കറിവേപ്പില, ഇത്രയാണ് നമുക്ക് ഈ കൂട്ടാൻ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ആദ്യം നമുക്ക് പച്ചക്കറിയെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പച്ചക്കറിയെല്ലാം ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുക്കറിനകത്ത് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. പച്ചക്കറിയെല്ലാം നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ കേട്ടാൽ മതി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിനകത്തേക്ക് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം. ഒറ്റ വിസിൽ കേൾക്കുക, ഓഫ് ചെയ്യുക. പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി എടുക്കുക. ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ആദ്യം ഉഴുന്നുപരിപ്പ്. നമ്മൾ ഉഴുന്നുപരിപ്പ് കുറച്ച് കൂടുതൽ ചേർക്കുന്നത് ഇതിനകത്ത് പരിപ്പോ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പം കൂട്ടാൻ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉഴുന്നുപരിപ്പ് മല്ലിയേക്കാളും കൂടുതൽ ചേർക്കുന്നത്. എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ, മല്ലി, പിന്നെ ഉണക്കമുളക്, 2 കറിവേപ്പില, നല്ല ചുവന്ന ഉഴുന്നുപരിപ്പൊക്കെ നല്ല ചുവന്ന് വരുമ്പോഴേ ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. നല്ല ബ്രൗൺ കളറായി കിട്ടണം. പുളി നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഞെവിടി പിഴിഞ്ഞെടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊത്തെല്ലാം പിഴിഞ്ഞ് മാറ്റണം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മസാല അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ജാറിൽ എടുക്കുക. അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇടുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. ഞാനിവിടെ പച്ചക്കറിയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇടാം. ഇനി ആ മസാല അരച്ചിട്ട് നമുക്ക് ഗ്രേവി ഇത്രയും കിട്ടിയിട്ടുണ്ട്. ജാറും കൂടി കഴുകിയെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കഴുകിയെടുത്തിരിക്കുന്നത്. ഇത്രയും ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടാം. ചെറുതായിട്ടൊന്ന് മുറിച്ചിടുക. ഒരു 5 മിനിറ്റോളം നമുക്ക് തിളപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. മധുരം വേണ്ടിയവർക്ക് കൂടുതൽ ശർക്കര ഇടാം.
വളരെ ആ പുളിയുടെ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കുറച്ച് ശർക്കര ചേർത്തത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ചേർക്കാം. 5 മിനിറ്റ് ഞാനിവിടെ തിളപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വെറുംപുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിതിന് വെറുംപുളി എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.